കഴിക്കാൻ കഴിക്കുന്നു. ഞാൻ പറയുമ്പോഴാണ് വായന പാർട്ടി ഇതിലെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങി അതിൽ തന്നെ നോക്കണം. അനീഷുണ്ട് നമ്മുടെ ശരീരത്തിൽ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ, ചെറിയ കുട്ടികൾക്ക് കൊടുത്താൽ അവരുടെ ബുദ്ധി വികാസം, അതായത് പൊട്ടാസ്യം ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്. അവർ തൂണിയിൽ കയറിയിട്ട് അവര് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുഴയുകയാണ്. അവർ ഇങ്ങനെ തുഴയുന്നുണ്ട്, പക്ഷേ തോണി പോകുന്നില്ല. തുഴഞ്ഞ് അവർക്ക് മനസ്സിലാവുന്നില്ല, ഇത് കരത്തിട്ടുമില്ല. തുഴഞ്ഞ് നേരം കൊടുത്ത് ഏകദേശം സൂര്യൻ ഉദിക്കാറായപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഇരട്ടിയിട്ട കയറ് തെങ്ങിൽ നിന്നും അഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചങ്ങാടം തോന്നാത്തത്. ഇതേ തന്നെയാണ് നമ്മുടെ മക്കളുടെ അവസ്ഥ. അവരുടെ മനസ്സിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. എവിടെ എനിക്ക് ഇത് വായിച്ചാല് മനസ്സിലാവത്തില്ല, അല്ലെ? മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ആദ്യത്ത് പറഞ്ഞു എന്റെ സൂചികുളം ഇവിടെയല്ല, കുറച്ച് ദൂരെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്തിനാണ് എനിക്ക് അടുത്ത പാഠത്തിലേക്ക് സുഗമമായിട്ട് പോകാൻ പറ്റുന്ന ചിന്ത നിങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് വല്ലാത്ത വാചകനെ പോരാത്തത്. മാഷ് കുറെ അനുഭവങ്ങളിലൂടെ വന്ന ഒരാൾ കൂടിയാണ്. കുറെ പുറത്തുനിന്ന് അനുഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതുപോലത്തെ ഒരു ക്ലാസ് കേൾക്കാൻ ഒരു രസമായിരിക്കും. കുറെ കഥകളും മാഷ് കവിപ്പോയി. പിന്നെ 15 കൊല്ലം കേട്ട മാഷോട് വരുന്നത്. ഡിസംബറിൽ തന്നെ ഏകദേശം കഴിഞ്ഞില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കിങ്ങനെ വെറുതെ ഇന്ന് ഞാൻ ലാസ്റ്റ് പാടെടുത്ത് തരുന്നു. വിദ്യാഭ്യാസമുള്ള സീരിയസ് പലർക്കും സാധാരണ ഹാഫ് ഇയർലിക്ക് ബാക്കോട്ടിന്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ പരീക്ഷയാണ് പൊതുപരീക്ഷ, അല്ലെ? പക്ഷെ എല്ലാവരും ചോദിക്കുന്ന ഒരു പരീക്ഷ, എല്ലാവരും സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്, അല്ലെ? നിങ്ങൾ +1 അഡ്മിഷൻ ചെയ്യുന്ന കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് SSLC ബുക്ക് എടുക്കുന്നതാണ്, SSLC കാർഡ് എടുക്കുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിനോ അല്ലെങ്കിൽ വേറെ TTC പിന്നെ പോലെയുള്ള ഏതെങ്കിലും കോഴ്സിന് ചേരുമ്പോൾ ആദ്യം ചോദിക്കുക, അന്നേരം നമ്മൾ വിചാരിക്കുന്നത് +2ന്റെ ചോദിക്കുക, ഇല്ല അന്നേരം ചോദിക്കുക SSLC ബുക്ക് ഏതാണ് എടുത്തുണ്ടെങ്കിൽ. നിങ്ങളൊരു പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പിന്നെ പാസ്പോർട്ട് പുതുക്കണമെങ്കിൽ ആടെയും ചോദിക്കും SSLC ബുക്ക് എടുത്തു. അപ്പൊ ലോകത്ത് അപ്പോ ഇനി ജനറലായിട്ടുള്ള കാര്യം പറയാണ്, എല്ലാ കുട്ടികളോടും പറയാണ്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. പിന്നെ അംബിക സുധൻ മാങ്ങാട് എന്ന് പറയുന്ന ഒരു അവരുടെ ചെറുകഥ നിങ്ങൾ 2ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? 2 മത്സ്യങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മണ്ണിര ഇങ്ങനെ ആഴ്ന്നു വരികയാണ്. ഇത് ആര് കണ്ടു? പെൺമത്സ്യം, പൂവാലി മത്സ്യം കണ്ടു. ആ മത്സ്യം ഇതിനെ ഇര കണ്ട സന്തോഷത്താൽ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് കുതിച്ചു. അത് കണ്ടപ്പോൾ ആ മണ്ണിരയുടെ അറ്റത്ത് ഒരു ചൂണ്ടയുണ്ട്. ഓക്കെ, വീണ്ടും ആൺമത്സ്യം പറയുകയാണ്, നമ്മൾ മത്സ്യങ്ങൾ ഇരപിടിക്കുമ്പോ സഞ്ചരിക്കുമ്പോ നമ്മൾ ചുറ്റുപാട് നോക്കണം, നമ്മുടെ വലതും ഇടതും മുകളൊക്കെ നോക്കണം. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇരപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റും പല ആളുകളും നിൽക്കുന്നുണ്ട്. നമ്മൾ തോന്നും എന്താണ് നമുക്ക് ഏറ്റവും മനോഹരമായ കാഴ്ചകളായിട്ട് തോന്നും, കുട്ടികൾക്ക് തോന്നും, അല്ലേ? അത് എന്തോ ഒരു നല്ല കാര്യത്തിലാണെന്നുള്ള വിചാരത്തിൽ അവര് ആ ഇരപോയിട്ട് അതിന്റെ അന്നത്തെ ഒരു ചൂണ്ടുണ്ടാകും. ഇതുപോലത്തെ പല സോഷ്യൽ മീഡിയ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് പല മോശമായിട്ടുള്ള വഴിക്ക് ബന്ധപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്, പെട്ടുപോയ കുട്ടികളുണ്ട്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ ആ മനോഹരമായ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രലോഭനങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വീണ്ടും പോകാൻ വേണ്ടി പാടില്ല. തീർച്ചയായിട്ടും അതിനപ്പുറം എന്തുണ്ട്? ഒരു ചൂണ്ടയുണ്ട്. അടുത്ത് ഈ 18 വർഷം മുമ്പ് അയ്യൂർ ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി, STC പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഈ മണ്ണിരയുടെ കഥയിൽ എന്താണോ ഈ സുഗന്ധൻ പറയുന്നത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്
മറ്റ് ഓഫറുകളുണ്ട്, ബൈക്ക് ഓഫറുകളുണ്ട്. കുട്ടികൾക്കൊക്കെ ബൈക്ക് ഓഫറുകളാണ്, അല്ലെ ഷവർമ ഓഫറുകളാണ്. അതേ കാര്യം ഇവര് ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് ബർഗർ, ഷവർമ, അല്ലേ ഇങ്ങനത്തെ ഓഫർ കിട്ടിയാൽ ബൈക്കിന് യാത്ര ഇതൊക്കെ കിട്ടിയാൽ വീട് പോകുന്ന മക്കളുണ്ട്. തീർച്ചയായിട്ടും കരുതിയിരിക്കുക. ഇതുപോലത്തെ ചൂടകള് നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ മക്കളെ. പ്രൊഫൈൽ ടീച്ചർ കണ്ടിട്ടോ, ഫ്രണ്ട്സ് റിക്വസ്റ്റ് കണ്ടിട്ടോ, സുന്ദരമായ വാചകങ്ങൾ കണ്ടിട്ടോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മനോഹരമായ ഭക്ഷണം ഇല്ലായിരിക്കുന്നത്. അതിനപ്പുറം ഉണ്ടാവും, ഒരു ചൂടുണ്ടാവും. ഓക്കെ, അത് മനസ്സിലായിരിക്കുക.